തോമസ് ചെറിയാൻ അദ്ദേഹത്തിൻ്റെ മൂത്ത സഹോദരൻ്റെ മകൻ ഷൈജു കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇടയ്ക്കൊക്കെ പ്രതീക്ഷ നൽകിക്കൊണ്ട് സൈന്യത്തിൽ നിന്നുള്ള ഒരു ഒഫീഷ്യൽ അറിയിപ്പ് വരുന്നുണ്ടായിരുന്നല്ലേ? ഇതിന് മുൻപ് നമുക്കുള്ള അറിയിപ്പ് എന്തായിരുന്നു? 2018 വരെ ഇവർ അന്വേഷിക്കുന്നുണ്ട്, എൻക്വയറി നടത്തുന്നുണ്ട് എന്നുള്ളതായിരുന്നു ഇതിനുള്ള ഓരോ വർഷവും. 2003, 2004, അതിനുശേഷം 2018 ഇതുപോലെ അന്വേഷിച്ച് ഇതുപോലൊരു കത്ത് ഞാൻ നേരത്തെ കാണിച്ചു അതുപോലൊരു ലെറ്റർ ഇതുപോലെ അവർ മിലിറ്ററിയിൽ നിന്ന് അയച്ചു തരുന്നുണ്ടായിരുന്നു, ആർമി ആസ്ഥാനത്ത് നിന്ന്. നമുക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു, ഇത് കണ്ടെത്തും, എന്നായാലും കണ്ടെത്തും. പ്രത്യേകിച്ച് നമ്മളൊക്കെ പറഞ്ഞിട്ടുണ്ട്, മഞ്ഞിനകത്താകുമ്പം ബോഡിക്ക് യാതൊരു ഇത് പോവില്ല എന്നുള്ളൊരു പ്രതീക്ഷ നമുക്കിപ്പോഴും അങ്ങനെയാണ് നിൽക്കുന്നത്. ഈ 56 വർഷം അതിനുശേഷം ഈ ബോഡി കിട്ടിയപ്പോൾ എങ്ങനെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകും? ID കാർഡ് അങ്ങനെ എന്തെങ്കിലും ആണോ അതിന് സഹായകമായിട്ടുണ്ടാവുക? പുള്ളിയുടെ പേരിൽ പുള്ളിയുടെ ബോഡിയിൽ പുള്ളിയുടെ പേരുണ്ടല്ലോ, അങ്ങനെയാണ്. ആ പേരും നമ്പരും വെച്ചാണ്, തോമസ് ചെറിയാൻ എന്നുള്ള നമ്പരും വെച്ചാണ് അവരിവിടെ അന്വേഷണത്തിന് വന്നത്. അങ്ങനെ വന്നതിലാണ് അവർക്ക് നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞത്. ഒടാലിൽ നിന്നുള്ള വീട്ടുപേരും തിരക്കി, ഫാദറിൻ്റെ പേരും തിരക്കിയാണ് ഇവിടെ വന്നത്. നമ്മൾ സംസ്കാരത്തിനുള്ള ക്രമീകരണങ്ങളിലേക്കൊക്കെ ആലോചന എത്തിയിട്ടുണ്ടോ? ഞങ്ങൾ ഇന്നലെ നമ്മൾ മിലിറ്ററിക്കാരോട് സംസാരിച്ച പ്രകാരം അവർ നമ്മളോട് പറഞ്ഞത് 2 ദിവസത്തിനകം അവർ നമ്മളെ ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ബോഡി കൊണ്ടുവന്ന് നമ്മളിവിടെ നമ്മുടെ കല്ലറയിൽ തന്നെ അടക്കണം, ഉടമ്പ കല്ലറയിൽ അടക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ഏത് പള്ളിയുടെ? കാരൂർ സെൻറ്റ് പീറ്റേഴ്സ് പള്ളിയിൽ, ഓർത്തഡോക്സ് പള്ളിയിൽ. ഇപ്പോൾ ഷൈ ചേട്ടൻ അന്ന് ജനിച്ചിട്ട് കൂടിയില്ല. ചേട്ടൻ്റെ ഇപ്പം പ്രായം എത്രയാണ്? ഇപ്പം 51 വയസ്സായിട്ടുണ്ട്. ഞാനന്ന് എനിക്ക് ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. പറച്ചിൽ ഒരു 5 വയസ്സ് കഴിഞ്ഞപ്പോൾ അന്നൊക്കെ നമുക്ക് പറഞ്ഞു. എൻ്റെ ജ്യേഷ്ഠനും മരിച്ചു പോയത്. അപ്പം അങ്ങനെ ഞങ്ങളുടെ ഒരു ഫാമിലിയിൽ ഇങ്ങനെയൊക്കെയുള്ളൊരു മരണമൊക്കെ വരുമ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കുന്നൊരു മുഖമാണ് ഈ പൊന്നച്ചായൻ്റെ. പൊന്നച്ചാൻ എന്നാണ് വീട്ടിൽ അറിയപ്പെട്ടിരുന്നത്. നമ്മുടെ ആൽബശേഖരങ്ങളിൽ എവിടെയെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രമുണ്ടോ? അല്ല, ഈ 56 വർഷങ്ങൾക്ക് മുമ്പൊക്കെ അന്ന് ഈ ഫോട്ടോയോ കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിലില്ല. അന്ന് കുടുംബ വീട്ടിൽ പുള്ളിയുടെ കുടുംബത്ത് ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. പക്ഷേ അത് വീട് പൊളിച്ച് പുതിയ വീട് പണിതപ്പം അവരതെല്ലാം ഡിസ്മാൻഡിൽ ചെയ്ത് പോയ കൂട്ടത്തിൽ അത് നഷ്ടപ്പെട്ടു പോയി നമ്മളിത്. ചെറുപ്രായത്തിൽ എന്തായാലും അച്ഛനും അമ്മയും കുടുംബാംഗങ്ങളും ഒക്കെ പറഞ്ഞ് ഈ അപകടത്തെക്കുറിച്ചൊക്കെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. നമുക്കൊരു പലപ്പോഴും നമ്മൾ പ്ലെയിൻ അപകടമൊന്നും കേട്ടിട്ടുള്ളതേ ഉള്ളൂ. പക്ഷേ മഞ്ഞുമലകളിലൊക്കെ പോയി ഇങ്ങനെ പ്ലെയിൻ നഷ്ടപ്പെട്ട് ആൾക്കാരെ തിരിച്ച് കിട്ടുക എന്ന് പറയുന്ന അപൂർവമായിട്ടൊരു സംഭവമാണ്. അതിൻ്റെ ഒരു ഉദാഹരണം 56 വർഷത്തിന് ശേഷം ഇങ്ങനെ ഒരു സംഭവം നമുക്ക് കിട്ടുക എന്ന് പറയുന്നത്. അവിടുത്തെ കാലാവസ്ഥ സത്യത്തിൽ നമുക്ക് ഇത്രയും കാലത്തിന് ശേഷമാണെങ്കിൽ പോലും പ്രതീക്ഷയ്ക്ക് ഒരു വക നൽകുന്ന ഘടകമായി മാറി. അതെ 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 അതെ, കാര്യം എന്തായാലും പ്ലെയിൻ പോയാലും എപ്പോഴും ഇവിടെ ഞങ്ങൾ വീട്ടിലും പറയും, മഞ്ഞിനകത്ത് ആൾ കാണും, മരിച്ചുപോയി ആയാൽ തന്നെ ബോഡിക്ക് ഒരു കുഴപ്പവും സംഭവിക്കില്ല എന്നുള്ളൊരു പ്രതീക്ഷ ഞങ്ങൾക്ക് ഇന്നും നിലനിൽക്കും. അതായത് ഞങ്ങൾക്ക് എന്തായാലും സഫലമായി. ഇനിയിപ്പം അവർ തരുന്നതനുസരിച്ച് 10:30 അവരുടെ ഒരു ഇതുണ്ടെന്നാണ് പറയുന്നത്, ഇൻഫർമേഷൻ മിലിറ്ററിയുടെ ഒരു പ്രപ്പോസൽ അവർ പറയുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ കൂട്ടത്തിൽ നമുക്ക് ഫോട്ടോ ലഭ്യമാവുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അതിന് ഫോട്ടോ തരാം. അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലമൊക്കെ എവിടെയാണ് ചിലവഴിച്ചിരുന്നത്? അതായത് പഠനമൊക്കെ പത്തനംതിട്ട കാതോലിക്കറ്റ് കോളേജിൽ പഠിച്ചിരുന്നു അല്ലേ? കാതോലിക്കറ്റ് ഹൈസ്കൂളിലായിരുന്നു ഹൈസ്കൂൾ പഠനം നടത്തിയത്. അത് കഴിഞ്ഞ് +2 വരെ കാതോലിക്കറ്റ് കോളേജിലായിരുന്നു. അതിനുശേഷമായിരുന്നു മിലിറ്ററിയിലേക്ക് പോകാൻ വേണ്ടി. ഏത് വിങ്ങിലായിരുന്നു അദ്ദേഹം? MEI, അതായത് മിലിറ്ററി എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സെക്ഷനിലായിരുന്നു. പോസ്റ്റിംഗ് കിട്ടിയിട്ടുള്ള ആദ്യ യാത്രയാണ്. അതെ അതെ അതെ, പോസ്റ്റിംഗ് കിട്ടിയിട്ട് ചണ്ഡീഗഡിൽ നിന്നും വീട്ടിൽ വന്നിട്ട് തിരികെ ചണ്ഡീഗഡിൽ നിന്നും ലേ ലഡാക്കിലേക്ക് പോയപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. 96 പേര് അടങ്ങിയ സംഘമായിരുന്നു പുള്ളിയോടൊപ്പം ഉണ്ടായിരുന്നത്. മൊത്തം 103 പേരുണ്ടായിരുന്നു, ഫ്ലൈറ്റിലെ ജീവനക്കാരുൾപ്പെടെ. അതിൽ 96 പേര് മിലിറ്ററി ഓഫീസേഴ്സും ഉണ്ടായിരുന്നു. അതിൽ കുറച്ച് പേരുടെ ബോഡി പല പ്രാവശ്യമായിട്ട് ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ അവസാന ഘട്ടത്തിൽ 56ാമത്തെ വർഷത്തിൽ ഇപ്പോഴാണ് നമ്മുടെ ഇത്. ഈ ആശ്വാസ വിവരം പങ്കുവെക്കാൻ വേണ്ടി പോലീസിൽ നിന്നുള്ള പ്രതിനിധികൾ എത്തുമ്പോൾ ചേട്ടനുണ്ടായിരുന്നു ഇവിടെ? ഇവിടെയാണ്, എന്നെ അന്വേഷിച്ചാണ്. കാര്യം ഞാൻ ഇവിടെ അത്യാവശ്യം നമ്മുടെ നാട്ടിൽ ഞാൻ PWD വർക്ക് ചെയ്യുന്നതായതുകൊണ്ട് അത്യാവശ്യം നമ്മളെ അറിയാം. നമ്മുടെ വീട്ടുപേര് പ്രത്യേകിച്ച് ഓടാലിൽ എന്നുള്ളതായതുകൊണ്ട് അങ്ങനെ അന്വേഷിച്ചാണ് നമ്മുടെ ഇവിടെ എൻ്റെ വീട്ടിലാണ് അവർ വന്നത്. അങ്ങനെ എന്നോട് ചോദിച്ചു. പിന്നെ ഞാൻ ഉടനെ തന്നെ എൻ്റെ മരിച്ചുപോയ തോമസ് ചെറിയാൻ്റെ മൂത്ത അനിയനെ കൂടെ വിളിച്ച് അങ്ങനെ ഞങ്ങൾ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ സംസാരിച്ചു വിട്ടു. അവരുടെ ഇൻഫർമേഷൻ എന്തായിരുന്നു? അവർ പറഞ്ഞത് ഈ തോമസ് ചെറിയാൻ എന്ന് പറയുന്ന ഒരാളെ അന്വേഷിച്ചാണ് വരുന്നത്. ON തോമസിൻ്റെ മകൻ തോമസ് ചെറിയാൻ ആരാണെന്ന് ചോദിച്ചാണ് അവർ വന്നിട്ട്. ഇപ്പം തോമസ് ചെറിയാൻ അപ്പോൾ നമുക്കിവിടെ അറിയാം, തോമസ് ചെറിയാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ പാപ്പനാണ്, മരിച്ചുപോയ ആളാണ് എന്നുള്ളൊരു ഇതുണ്ട്. അപ്പോൾ അങ്ങനെ ആണ് അവർ വന്ന് നമ്മുടെ ഡീറ്റെയിൽസും നമ്മുടെ അഡ്രസ്സും എല്ലാം കളക്ട് ചെയ്ത് അവർ മിലിറ്ററിക്ക് അയച്ചു കൊടുത്തു. അങ്ങനെയാണ് മിലിറ്ററിക്കാരെ നമ്മളെ ഇൻഫോം ചെയ്യുന്നത്. അതിൻ്റെ ചുരുക്കം എന്തായിരുന്നു ആ ഇൻഫർമേഷൻ്റെ? അവർ ഇങ്ങനെ ഒരാൾ മിസ്സിങ് ആണോ, മിസ്സിങ് ആളിൻ്റെ ബോഡി കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്.
അതിൻ്റെ ബാക്കി പ്രൊസീജിയർ 3-4 ദിവസം എടുക്കും. ബോഡി നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള സംവിധാനം പുറകെ നിങ്ങളെ അറിയിക്കാമെന്ന് പറഞ്ഞാണ് നമ്മളെ ഇൻഫോം ചെയ്തിട്ടുള്ളത്. എന്തായാലും പ്രതീക്ഷ അസ്ഥാനത്തായില്ല. അതെ 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 തീർച്ചയായിട്ടും സങ്കടമുണ്ട്, അതിലുപരി സന്തോഷമുണ്ട്. കാര്യം ഇത്രയും വർഷത്തിന് ശേഷം നമുക്ക് ഞങ്ങളുടെ ഒരു സഹോദരനെ കിട്ടുക, അപ്പനെ കിട്ടുക എന്ന് പറയുമ്പോൾ ആരായാലും അത് എങ്കിൽ പോലും ഈ ദൗത്യത്തിൽ നിന്ന് സൈന്യം പിന്മാറിയെന്നില്ല എന്നുള്ള ഒരു വിവരം കൂടി ഉണ്ട് ഇതിൻ്റെ പിന്നിൽ. അതെ 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 തീർച്ചയായിട്ടും അവരുടെ വർക്ക് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്.